എനിക്ക് തോന്നുന്നു ഭംഗിവാക്കല്ല, അഹ്ലുസുന്നയുടെ മൻഹജ് ഏറ്റവും കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു പ്രഭാഷകൻ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ ഞാൻ ജാഹിലാണ്, വിലയിരുത്താനാണല്ല, എന്റെ വിനീതമായ അഭിപ്രായ പ്രകാരം അത് സയ്യിദുൽ ഉലമാ ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങളാണ്. അത് ഈ തക്ബീറിന് പറഞ്ഞതും അല്ല, ഹഖൻ. കാരണം അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. മൻഹജ് എന്താണെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. ഞാൻ ഓർക്കുന്നത്, ഏതോ ഒരു സാമുദായികമായ പ്രശ്നം ഉണ്ടായ സമയത്ത് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുസ്ലിം സമുദായം ഇത്രയും കലുഷമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ കാലത്ത് നിങ്ങൾ ഒറ്റക്കാണോ നിൽക്കുന്നത്? അതിന്റെ LDF UDFിലേക്കൊന്നും ഞാൻ എന്റെ സംസാരത്തെ കൊണ്ടുപോകുന്നേ ഇല്ല, എനിക്കതിൽ താല്പര്യവുമില്ല. പക്ഷെ അതിൽ സൂഫിയത്തിന്റെ മൻഹജ് സയ്യിദുൽ ഉലമാ കൃത്യമായി ആ കോണിൽ പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് പ്രത്യേകം പ്രശ്നമോ? എന്താണ് പറഞ്ഞത്? അങ്ങനെയൊന്നില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഓപ്പണന്റായ റംസി സെക്കൻഡിനോളം പോരുന്ന, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബദ്ധവൈരിയായ നമ്രൂദിനോളം പോരുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിപക്ഷമായ അബൂ ജഹലിനോളം, മുത്തബത്തിനോളം, ഷൈബയോളം, വലീദിനോളം പോരുന്ന എതിരാളികൾ ഇന്ന് ഇസ്ലാമിന് ഇല്ല തന്നെ. ഇമാം ഗസാലിയോട് എതിരിട്ട ഇബ്നു റുഷ്ദിനോളം പോരുന്ന, അല്ലെങ്കിൽ അതിന്റെ മുമ്പിലുള്ള അരിസ്റ്റോട്ടലിനോളം, പ്ലാറ്റോയോളം പോരുന്ന ആളുകൾ ഇന്ന് ഇസ്ലാമിന്റെ മറുപുറത്തില്ല. ഇന്നുള്ളത് ദുർബലരായ ആളുകളാണ്. പ്രത്യേകിച്ചൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്ന ക്ലോസ്, ആ ജുംല ശരിയില്ല. അതല്ലേ അതിന്റെ വാസ്തവം? ഇപ്പൊ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഒരു 50 കൊല്ലം മുമ്പ് മലയാളത്തിൽ ജീവിച്ച് മരിച്ചുപോയ കേരളത്തിലെ AT കോവൂരിനെ പോലെയുള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പോലെയുള്ള, സഹോദരൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ അയ്യപ്പനെ പോലെയുള്ള, തോമസ് ഇടമുറുകിനെ പോലെയുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റിയ ഏത് നിരീശ്വരവാദിയും യുക്തിവാദിയുമാണ് ഇന്ന് കേരളത്തിൽ ഉടലോടെ ജീവിച്ചിരിക്കുന്നത്? ഇല്ല. ആശയവാദം നടത്തിയിട്ട് അടിസ്ഥാനപരമായ എപ്പിസ്റ്റമോളജിയുടെയും ഫിലോസഫിയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് അരമണിക്കൂർ സംസാരിക്കാൻ പറ്റിയ നിരീശ്വരവാദി കേരളത്തിൽ നിന്ന് ജീവനോടെ ഇല്ല. യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മളിപ്പോഴെന്താ പറയുന്നത്? നിരീശ്വരവാദികൾ കേരളത്തിൽ ശക്തമായി. 50 കൊല്ലം മുമ്പുള്ള ശക്തിയുടെ 10-1 ഇന്ന് ആശയപരമായ നിരീശ്വരവാദത്തിന് ഇല്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദത്തിന്റെ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ 2025 തിരൂരിൽ സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിൽ വിഷയം എന്തു കൊടുത്തത്? ഇസ്ലാമിലെ അടിമത്തം മാനവികമോ എന്നായിരുന്നു ചർച്ചാതലം. ആലോചിച്ച് നോക്കണം. ഇസ്ലാമിലെ അടിമത്തം മാനവികമല്ല എന്ന് പറയുന്നയാള് ഒരു എക്സ് മുസ്ലിം. ഇസ്ലാമിലെ അടിമത്ത സംഹിതയും ഇസ്ലാമിന്റെ സ്ലേവ് ജൂറിസ്പ്രുഡൻസും മാനവികമാണ് എന്ന് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ. ഇതാണോ നിരീശ്വരവാദികൾ ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയം? ആശയവാദമാണോ, അനുഭവവാദമാണോ പ്രമാണം എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടുന്നത് മാത്രമോ സ്വീകാര്യം? അതിനപ്പുറം ലോകങ്ങളുണ്ടോ? അതല്ലേ ചർച്ചയിൽ വരേണ്ടത്? മെന്റലിസവും ഹിപ്നോട്ടിസവും മനസ്സ് വായനയും പ്രാമാണികമോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്സിന്റെ ഭാഗമോ അല്ലയോ? ഇതല്ലേ നിരീശ്വരവാദികൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത്? ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. ദുർബലമാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ മറുപുറത്തുള്ളവ. കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവാ. എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാർക്കും ഐഡിയോളജിക്കൽ അതറുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഖുർആൻ നേരത്തെ പറഞ്ഞതാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവാ. എല്ലാ നബിക്കും ഐഡിയോളജിക്കൽ അതേഴ്സ് ഉണ്ടാകും. ശയാത്വീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദ്. അവരൊക്കെ പിശാചുക്കളും മനുഷ്യരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫലമായിട്ടായിരിക്കും മനോഹരമായ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് സയ്യിദുൽ ഉലമ സൂചിപ്പിച്ചത്. ഞാനിതൊരു ആവേശത്തിന് പറയുകയല്ല. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ 3 തവണ വായിക്കേണ്ട അല്ലെങ്കിൽ കേൾക്കേണ്ട ഒരു പ്രസംഗം ശംസുൽ ഉലമയുടെ സമസ്തയുടെ 60ാം വാർഷിക പ്രസംഗമാണ്. മലയാള മുസ്ലിങ്ങളുടെ, ലോക മുസ്ലിങ്ങളുടെ മൻഹജ് കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രസംഗം. നമ്മുടെ ശതാബ്ദിയിൽ സുവനീറിൽ ഈ വിനീതന്റെ വിഷയം ആ പ്രസംഗത്തിന്റെ അവലോകനമാണ്. പുതിയ കാലവുമായിട്ട് അതിനുള്ള സാമൂഹിക പ്രസക്തി അവലോകനം ചെയ്യലാണ്.
ഒരവസരം കിട്ടുമ്പോഴാണല്ലോ ശ്രദ്ധിക്കുക. കാരണം ഇന്നിവിടെ നിരീശ്വരവാദികളും അല്ലെങ്കിൽ ഇസ്ലാം വിമർശകരും ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ? നിങ്ങളുടെ ഇസ്ലാം വലിയ ജീവിതഗന്ധിയായ, നിത്യപ്രസക്തമായ, സാർവജനീനമായ, സാർവകാലികമായ, ലൈഫ് ഫങ്ഷനാലിറ്റിയുള്ള കോസ്മോപോളിറ്റൻ ദർശനമാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഭൂമിയിൽ മുഴുവൻ ഇസ്ലാമിക ഭരണം വന്നില്ലല്ലോ. നമുക്ക് ആലോചിക്കാലോ. ഈ സെക്കൻഡ് വരെ ഇസ്ലാമിക ഭരണം നടന്ന ഭൂപ്രദേശം നമ്മൾ 1400 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാർ കെട്ടിയ സാമ്രാജ്യത്തിന്റെ പകുതി പോലും വരില്ല. മാക്സിമം വലിയ സാമ്രാജ്യം ഓട്ടോമൻ ഖിലാഫ പോലും തുർക്കി മുതൽ സിറിയ വരെ ഒരു നീണ്ട ലൈനാണ്. ഒരു 3 മണിക്കൂറിലേറെ ടൈം സോൺ വ്യത്യാസം പോലും വരാത്തത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് മറ്റേ സാമ്രാജ്യത്തിന്റെ പേര് തന്നെ. ഇന്ന് ലോകത്ത് ഇസ്ലാമിക ഭരണം എന്ന് പറയുന്ന പ്രദേശം തന്നെ ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. മുസ്ലിം ഭരണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇസ്ലാമിന് എന്താണ് പ്രസക്തി എന്ന് ഇന്നുമുള്ള ഏറെയുള്ള ചോദ്യമാണ്. ഇതെന്ത് ദർശനമാണ്? ഒരു രാജ്യം പോലും, ഒരു സംസ്ഥാനം പോലും നേരെ ചൊവ്വേ ഇസ്ലാമിന്റെ ഭരണത്തിന്റെ ചുവട്ടിൽ നമ്മൾ സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഭൂമിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണ്ടേ? പക്ഷേ ഈ ചോദ്യത്തെ 985 സമസ്തയുടെ 60-ാം വാർഷികത്തിൽ കാലത്തെ നേരത്തെ കണ്ട ക്രാന്തദർശിയായ ശംസുൽ അഡ്രസ് ചെയ്തു. തീർച്ചയായും അദ്ദേഹം കേരളത്തിലെ ഓരോ വിഭാഗത്തെയും പേരെണ്ണി അതിന്റെ വിഷയങ്ങളും അതിനോടുള്ള വിയോജിപ്പും പറഞ്ഞ് ഒടുവിൽ ഇസ്ലാമിസത്തെ സംബന്ധിക്കുന്ന ഭാഗത്തെത്തി. അവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഭൂമി മുഴുവനും മുസ്ലിം ഭരണവും ഇസ്ലാമിക ഭരണവും കൊണ്ടുവരലല്ല ഇസ്ലാമിന്റെ വിജയം. ഇന്നേ വരെ സമസ്ത ഒരു വിപ്ലവമോ, ഒരു കലാപമോ, ഒരു യുദ്ധമോ ഉണ്ടാക്കിയിട്ടില്ല. കലാപമോ, വിപ്ലവമോ, യുദ്ധമോ ഉണ്ടാക്കി രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഭൂമി മുഴുവനും ഇസ്ലാമിക ഭരണത്തിന്റെ അധീനതയിൽ കൊണ്ടുവരലല്ല ഇസ്ലാമിന്റെ വിജയം. എക്സ് മുസ്ലിം എന്ന പദം മലയാളികൾ കേൾക്കുന്നതിന്റെ 35 കൊല്ലം മുമ്പാണ് ഈ പ്രസംഗം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എവിടെയൊക്കെ മനുഷ്യ സമൂഹമുണ്ടോ അവിടെയെല്ലാം മറ്റു മനുഷ്യർക്ക് മാർഗദർശനം ചെയ്യാൻ സാധിക്കുന്ന മഹാത്മാക്കളെ ഉണ്ടാക്കലാണ് ഇസ്ലാമിന്റെ വിജയം. നമ്മളോടത് മറന്നുപോയി. നാം ശംസുൽ ഉലമ എന്ന് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാറുണ്ട്, പക്ഷെ മൻഹജ് മറന്നുപോയി. നമുക്കും ഇസ്ലാമിന്റെ വിജയം എത്രയാള് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, ഞാൻ എന്റെ വക ഒന്നും പറയുന്നില്ല, 60-ാം വാർഷികത്തിൽ ശംസുൽ ഉലമയുടെ പ്രസംഗമാണ് ഞാൻ ഈ പറയുന്നത്. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ മറ്റു മനുഷ്യർക്ക് മാർഗദർശനം ചെയ്യാൻ സാധിക്കുന്ന മഹാത്മാക്കളെ ഉണ്ടാക്കലാണ് ഇസ്ലാമിന്റെ വിജയം. അതെന്നുമുണ്ട്. അലസ്ക മുതൽ സൈബീരിയ വരെ നോക്കിയാൽ, ചൈന മുതൽ ചാട് വരെ നോക്കിയാൽ, നാട്ടിക്ക മുതൽ ഗ്രീസ്ലാൻഡ് വരെ നോക്കിയാൽ, എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം മുസക്കികളായ, മുറബികളായ മശായിഖന്മാരുണ്ട്, നിശബ്ദമായിട്ടുണ്ട്. അത്തരം മഹാത്മാക്കൾ സമൂഹത്തിൽ ബാക്കിയാവലാണ് ഇസ്ലാമിന്റെ വിജയം എന്ന് പറഞ്ഞ ആ മഹത്തായ ആശയം. ആ മഹത്തായ ആശയത്തിൽ എല്ലാം പെട്ടു. കാരണം അള്ളാഹുവിനെ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ പിന്നെ നാസ്തികതയില്ല. മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഇസ്ലാമിക സമൂഹവുമായി സമ്പർക്കപ്പെടുമ്പോൾ, സമാധാനപൂർണമായൊരു സാമൂഹിക ജീവിതം സാധ്യമാകുമ്പോ പിന്നെ ഇസ്ലാമിന്റെ അകത്ത് സ്വതന്ത്ര ചിന്തയില്ല. ഞാൻ ആ ആശയം തന്നെ ഒരുപാട് നേരം പറഞ്ഞ് സമയം കളയുകയല്ല. പറഞ്ഞതിന് ഇത്രേ താല്പര്യമുള്ളൂ. നാം സാന്ത്വനം വാക്കുകളിലൂടെ കൊടുക്കേണ്ടവരാണ്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇസ്ലാമിന്റെ ദഅവത്ത്. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞത് പക്ഷിക്കൂട്ടിലുള്ള വേർപെട്ടുപോയ പറവയെ അതിൻ്റെ തള്ളയിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിലേക്ക് തള്ളയെ തിരികെ ഏൽപ്പിച്ച കാരുണ്യം, ഇത് ദുബൈയിലെ ഷെയ്ഖ് മുഹമ്മദ് കാണിച്ച കാരുണ്യം തന്നെയാണ്. അതിന് ആമിന ബീവിയുടെ മുഹമ്മദിന്റെ കാരുണ്യമായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ, അതാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. റസൂലുള്ളാഹിനെ താഴ്ത്തലാണ്. വിറക് സ്വന്തം വീട്ടിലേക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത ഒരു വൃദ്ധ വഴിയിൽ പ്രയാസപ്പെട്ടപ്പോൾ ആ വിറകും
വഹിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തത് അത് ഇവിടെയുള്ള പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളുടെ യുവജന വിഭാഗം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. നമ്മളും അത് ചെയ്യാറുണ്ട്. അതൊന്നുമല്ല ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം 4, 3, 2 ആളുണ്ടായാൽ ആ ആൾക്കാർക്കിടയിലേക്ക് ലോങ് ടേം പ്രോജക്റ്റാണ്, ഷോർട്ട് ടേം പ്രോജക്റ്റ് അല്ല. സ്വിച്ചിട്ട പോലെ നാട്ടുകാരെ നന്നാക്കലായിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പോളിസി. ആ ആൾക്കാർക്കിടയിലേക്ക് പതിയെ ഇറങ്ങിച്ചെല്ലെന്ന് പറഞ്ഞാലും നീയത്ത് വെച്ച് മുണ്ടും കുപ്പായവും മാറ്റിയിട്ട് ഇറങ്ങിച്ചെല്ലുന്നല്ല, അവസരം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കൂട്ടത്തിൽ ഒരാളാകും. ഇദാ ഹദ്ദസ്ന ദുനിയാ ഹദ്ദസ മഅനാ. റസൂലുള്ളാഹി എങ്ങനെയാണ് നമ്മളെ നന്നാക്കിയത് എന്ന് വഫാത്താനന്തരം മദീനയിലെ പള്ളിയിൽ വെച്ച് സഹാബത്ത് ഓർത്തെടുക്കുകയാണ്. ഇദാ ഹദ്ദസ്ന ദുനിയാ ഹദ്ദസ മഅനാ. നമ്മൾ ദുനിയാവിന്റെ കഥ പറയുമ്പോൾ റസൂലുള്ളാഹി നമ്മളോടൊപ്പം ദുനിയാവിന്റെ കഥ പറയും. ഞാൻ മിഅ്റാജിന്റെ രാത്രി അള്ളാഹിനെ കണ്ടുവന്ന മുന്തിയ മുസ്ലിയാരാണ് എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കില്ല. റസൂലും കൂട്ടത്തിൽ കൂടും. വഇദാ ഹദ്ദസ്ന തുആമ. നമ്മളിനി ഭക്ഷണത്തിന്റെ കഥ പറയാൻ തുടങ്ങിയാൽ ഹദ്ദസ മഅനാ. ഭക്ഷണത്തിന്റെ കാര്യത്തിലും റസൂലുള്ളാഹിക്ക് 2-3 കമന്റുകൾ ഉണ്ടാകും. മാറി നിൽക്കില്ല. ഇത് ഏതെങ്കിലും ഒരു വാക്യ അപായം ചെയ്യുകയല്ല, ലൈഫ് സിസ്റ്റം വിശദീകരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഒരു സൗഹൃദമായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗിയർ ചേഞ്ച് ചെയ്യും. അല്ല, എന്നും ഇങ്ങനെ ഇവിടെ LDFും UDFും പറഞ്ഞ് മന്തിയുടെയും ബിരിയാണിയുടെയും കഥ പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? പോകണ്ടേ? മആഷ് മാത്രമാണോ? മആദുമില്ലേ? വഇദാ ഹദ്ദസ്നൽ ആഖിറ. ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗിയർ ചേഞ്ച് ചെയ്തു. ആഖിറത്തിന്റെ കഥ പറയാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഹദ്ദസ ഫഖത്ത്. അല്ലാഹുവിന്റെ റസൂലേ സംസാരിക്കുമായിരുന്നുള്ളൂ. വഅൻസസ്നാ ഇലൈഹി. ഞങ്ങൾ ഇടിവെട്ടേറ്റതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സ്തബ്ധരായിരിക്കും. കഅന്നമാ അലാ റൂസിന തുയൂർ. ഞങ്ങളുടെ തലക്ക് മീതെ പറവകൾ ഇരിക്കുന്നുവെന്ന പോലെ. തലയിളക്കിയാൽ പറവകൾ പാറിപ്പോകുമല്ലോ. റസൂലേ മിണ്ടു. ബാക്കി ദുനിയാവിന്റെ വിഷയം വരുമ്പോൾ നാവുള്ളവർ മുഴുവനും മിണ്ടാം. ഭക്ഷണത്തിന്റെ വിഷയം വരുമ്പോൾ നാവുള്ളവർ മുഴുവനും മിണ്ടാം. പക്ഷേ ആഖിറത്തിന്റെ വിഷയം വരുമ്പോൾ സാഹിബുൽ വഹിയെ മിണ്ടു, ഞങ്ങൾ കേൾക്കും. അതാണ് ഖൈറുൽ ഖുറൂൻ എന്ന് പറഞ്ഞ ആ കർണ് എന്നാണ് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത്. പറയുന്ന ഭാഷകൾ അത് കേവലം ഈ വിഷയത്തിൽ മാത്രമല്ല, പോസിറ്റീവ് മാത്രം 2-3 എക്സാമ്പിൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പോസിറ്റീവുകൾ മാത്രം പറയുന്നത് യാഥാർത്ഥ്യവാദമാണ്. 10 മിനിറ്റ് ഉണ്ടാവും? ഇല്ല, കഴിഞ്ഞു. അല്ല, ഞാൻ തന്നെയാണ് 20 മിനിറ്റിലേറെ പറയരുതെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ തന്നെ ഇല്ലാത്ത സമയം പറയാമല്ലോ. അധ്യക്ഷൻ സമ്മതിച്ചാൽ 10 മിനിറ്റ് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അപ്പോൾ നോക്ക്, സ്റ്റേറ്റ് കൗൺസിലർമാരോട് ഈ ലെഡ്ജറിൽ അതിൽ പാസ് ചെയ്യായിരിക്കും അല്ലേ, ഒരു ഒപ്പിടാൻ. ഷോർട്ടാക്കിയ ഒരു ഉദാഹരണം, സ്ത്രീ മഹല്ലുകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ. എക്സാമ്പിൾ, ഏറ്റവും നമുക്കൊരു പക്ഷേ പറയാൻ കിട്ടാത്ത സംഗതി, അല്ലെങ്കിൽ ചർച്ചയിൽ വരരുതേ നമുക്ക് തോന്നുന്നൊരു സംഗതി പറയാം. എന്ത് ന്യായമാണ് ഇപ്പോൾ ഉള്ളത്? പെൺകുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു സംഗതി. പക്ഷെ അതിനെ 2 രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. ഒന്ന്, അത് ഇസ്ലാമിന്റെ നിയമമാണ്, അങ്ങനെ ചെയ്തേ പറ്റൂ, അത് അള്ളാഹുവിനെ വണങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരു മാസ്റ്റർ ഉണ്ടെങ്കിൽ മാസ്റ്ററുടെ കീഴിലുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് നിയമം തഅബ്ബുദിയാണ്, രക്ഷയില്ല. പക്ഷെ ഇനി മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, അത് സ്ത്രീ ഫേവറാണ് ആ വിഷയം. സ്ത്രീ ഫേവറായ വിഷയമേ സ്ത്രീകൾക്ക് കൊടുക്കൂ. ഇസ്ലാം പ്രകൃതി മതം കൂടിയാണ്. ഇസ്ലാമിക സിസ്റ്റത്തിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്കുണ്ടാവുന്ന ദുഃഖം കഠിനമായ ദുഃഖമായിരിക്കും. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക, വാതിലടച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫോൺ ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയിട്ട് ആരോടും സംസാരിക്കാതെ റിലാക്സ് എടുക്കുക എന്നുള്ളതായിരിക്കും. നല്ലൊരു മൈഗ്രെയിൻ തലവേദന വന്നാൽ പോലും നമ്മൾ കളർഫുള്ളായ വസ്ത്രം അണിയാൻ താല്പര്യപ്പെടൂല. എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും വൈറ്റ് ഡ്രസ് അല്ലെങ്കിൽ വൈറ്റ് യൂണിഫോം? എന്തുകൊണ്ടാണ് സർജറി വാർഡിൽ പച്ച യൂണിഫോം? അവിടെയൊന്നും ഒരു കളർഫുൾ ആയിട്ടുള്ള
ഒരു കോണ്ടക്സ്റ്റ് ഈ പ്രയാസം അനുഭവിക്കുന്ന കക്ഷിക്ക് സഹിക്കാൻ കഴിയില്ല. മാനസികമായി കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പൊ ഒരു പെണ്ണ് ജന്യുവിനായി ആഗ്രഹിക്കുന്നത് എന്തോ അതിനെ ഇസ്ലാം നിയമമാക്കി. പെണ്ണിന് തൽക്കാലം ഭർത്താവ് മരണപ്പെട്ട പെണ്ണിന് ആരോടും മിണ്ടാൻ താല്പര്യം ഉണ്ടാവില്ല. നീ തൽക്കാലം മിണ്ടണ്ട. ആളുകൾ വരുമ്പോൾ സൽക്കരിക്കാൻ ഉള്ള ഒരു മാനസിക പാകതയിലായിരിക്കില്ല. നീ അങ്ങനെ പ്രത്യേകിച്ച് എൻഗേജ്മെന്റിൽ ഇടപെടണ്ട. കുറച്ച് ദിവസത്തേക്ക് കണ്ണിനും കാതിനും ഒക്കെ സ്വസ്ഥതയാണ് വേണ്ടത്. കളർഫുൾ ഒന്നും തൽക്കാലം അണിയണ്ട. ഇത് സ്ത്രീ എന്താണോ കരുതുന്നത് അതിനെ വ്യവസ്ഥപ്പെടുത്തി. കണ്ണൂരിലെ ഷുക്കൂർ വക്കീൽ പെൺ സ്വത്തിന്റെ വിഷയത്തിൽ ഇപ്പോഴും കോടതി കയറിയിറങ്ങുന്നു. ഇവിടെ ഒരു നമ്മുടെ സാഹിത്യകാരി സുഹറ ഡൽഹിയിൽ പോയി ആത്മഹത്യ ഭീഷണി വരെ മുഴക്കി. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര തന്നെ വേണം. പക്ഷെ ഇസ്ലാമിൽ നാം വിശ്വസിക്കുന്ന ഷാഫി മദ്ഹബിൽ നോക്കൂ, 34 കോണ്ടക്സിൽ സ്ത്രീയും പുരുഷനും സ്വത്ത് ഓഹരി വെക്കാൻ ദാനക്രമത്തിൽ ചേർന്ന് വരുന്നു അല്ലേ? മകൾ മാത്രമല്ല, പെങ്ങളാകുമ്പോ, ഉമ്മയാകുമ്പോ, ഉമ്മാമയാകുമ്പോ, സഹോദരിയാകുമ്പോ, ആ 34 കോണ്ടക്സിൽ ഉമ്മാമയാകുമ്പോ 5 തവണയാണ് ആണുങ്ങൾക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ. 11 തവണ തുല്യവും 14 തവണ സ്ത്രീകൾക്ക് കൂടുതലും, 4 തവണ സ്ത്രീകൾക്ക് മാത്രവും പുരുഷന് കിട്ടാത്തതുമാണ് സിയാക്കുകൾ. 5 തവണയാണ് ഇരട്ടി കിട്ടുന്നത് പുരുഷന്മാർക്ക്. 11 തവണ ബറാബറാണ്. 14 തവണ പെണ്ണിനാണ് കൂടുതൽ. 4 തവണ പെണ്ണിനെ കിട്ടുന്നുള്ളൂ, ആണിന് കിട്ടുന്നില്ല. എല്ലാവർക്കും അറിയുന്ന മസലകളാണ്. ഇതിനെ രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് വരുമ്പോഴേ നമ്മൾ അതിന്റെ ഉള്ളുകള്ളികളിലേക്ക് പോയി വിശദീകരിക്കേണ്ട കാര്യമുള്ളൂ. പരിഭവക്കാർക്ക് അനുസരിച്ച് കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പരിഭവക്കാരികൾ സ്ത്രീകളാണ്. ഇതാണ് റിയാലിറ്റി. അബീ വ അബൂക ഫിന്നാർ എന്ന് പറഞ്ഞല്ലോ, വളരെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഹദീസിൽ. അബീ വ അബൂക ഫിന്നാർ റസൂലുള്ളാഹിന്റെ വിഖ്യാതമായ ഹദീസാണ്. വ്യാഖ്യാതകൾ എന്ത് പറഞ്ഞു? ഒരു കൂട്ടര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ ബാപ്പയും ചോദ്യകർത്താവിന്റെ ബാപ്പയും നരകത്തിലാണ്. പക്ഷേ സൈനി ദഹ്ലാൻ അടക്കമുള്ള പണ്ഡിതന്മാർ നമ്മൾ സംസാരിക്കണ്ട, ആ സംസാരം തന്നെ അനാവശ്യമാണ്. നമ്മുടെ വിശ്വാസം റസൂലുള്ളാഹിന്റെ ബാപ്പ സ്വർഗത്തിലാണ്. ആ ജുംല എങ്ങനെയാണ് കോർത്തത്? അബീ ഫിൽ ജന്ന ഖബർ മഹദൂഫ് വ അബൂക ഫിന്നാർ. പക്ഷെ നിന്റെ ബാപ്പ നരകത്തിലുമാണ്. പക്ഷെ ചോദ്യകർത്താവിനെ ഒന്നുകൂടി സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ ആ സംസാരം ക്രമപ്പെടുത്തി. അബീ അബൂക ഫിന്നാർ. അങ്ങനെയാകുമ്പോൾ അടുപ്പം തോന്നി സംസാരിക്കാനിരുന്നു, വിശദീകരിച്ചു കൊടുത്തു. എല്ലാ സംഗതികളും ഇതേതെങ്കിലും 1-2 വിഷയങ്ങളല്ല. അവധാനതയോടുകൂടെ നമ്മളൊന്നിരുന്നിട്ട് ഉന്നയിക്കപ്പെടുന്ന, നമ്മുടെ മുമ്പിൽ വിശദീകരണം ആരായപ്പെടുന്ന സംഗതികൾ. ഇപ്പോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെയാണോ മെനിയാന്നാണ് ഞാൻ കാസർഗോഡ് ഉസ്താദ് ഉണ്ടായിരുന്നു, നജാത്തിൽ. നമ്മൾ വിചാരിക്കാത്തതാണ് ചെറിയ കുട്ടികളെ ചോദ്യം വരുന്നത് അല്ലേ? ഉസ്താദ് അവിടെ ഉണ്ടായിരിക്കും. അള്ളാഹുവിനെ ആരുണ്ടാക്കിയതാണ് സ്ട്രൈറ്റ് ചോദ്യമായിട്ട് വന്നത് അല്ലേ? അള്ളാഹുവിനെ ആരുണ്ടാക്കി? വലിയ ചർച്ചയിലേക്ക് പോകണ്ട, അത് 2ാം ഘട്ടമാണ്. ഉസൂലിന്റെ പ്രാധാന്യമാണ് ഞാൻ പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉണ്ടാക്കപ്പെടേണ്ടതില്ലാത്ത, മറ്റൊരാൾ സൃഷ്ടിക്കേണ്ടതില്ലാത്ത അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് അള്ളാഹിന്റെ റസൂൽ വന്നത്. ഉണ്ടാക്കപ്പെടേണ്ട, മറ്റൊരാൾ ഉണ്ടാക്കേണ്ട പടച്ചവനെ കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. അങ്ങനെ ഒരു പടച്ചവനെ ഞങ്ങൾ പറയുന്നില്ല. അതെന്ത് വർത്തമാനമാണ്? അതിതുപോലെയാണ്. ഡാവിഞ്ചി എന്ന് പറയുന്ന ചിത്രം വരച്ചത്, മൊണാലിസ എന്ന് പറയുന്ന ചിത്രം വരച്ചത് ഡാവിഞ്ചിയാണ്. പക്ഷെ എന്ത് ചോദിക്കാൻ ന്യായമില്ല. പക്ഷേ ഡാവിഞ്ചി ആരാണ് വരച്ചതെന്ന് ചോദിക്കോ? കാരണം വരക്കപ്പെടേണ്ട ചിത്രമല്ല ഡാവിഞ്ചി. മിറാജ് രാവിലെ കാറ്റെന്നുള്ള പാട്ട് പാടിയത് എരഞ്ഞോളി മൂസയാണ്. അപ്പൊ ഒരു കുട്ടി ചോദിക്കുന്നതാണ്, എരഞ്ഞോളി മൂസയെ ആരാണ് പാടിയത്? അതിന് ആലപിക്കപ്പെടാനുള്ള ഗാനമല്ല എരഞ്ഞോളി മൂസ. എല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കിയത്? ഉണ്ടാക്കപ്പെടേണ്ട ആവശ്യമില്ലാത്ത ആളാണ് വാജിബുൽ വജൂദ്, ലം യലിദ് വലം യൂലദ്. നിങ്ങളുടെ ഖുർആൻ എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ആവർത്തിക്കപ്പെടുന്ന ചോദ്യം. വിശദാംശങ്ങളിലേക്കൊന്നും പോകണ്ട, ഞാൻ ഈ നുറുങ്ങേ പറഞ്ഞു പോകുന്നുള്ളൂ.
ലോകത്തെ ഏത് ബുക്ക് ഫെയറിൽ നോക്കിയാലും എഴുത്തുകാരുടെ പേര് വലിങ്ങനെ ഉണ്ടാവും, കൃതിന്റെ പേര് ചെറുങ്ങനെ ഉണ്ടാവുള്ളൂ. വേൾഡ് ക്ലാസിക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 4 കെട്ട് എന്ന് ചെറുതായിട്ട് വരും, MT എന്ന് വലുതായിട്ട് വരും, വാർ ആൻഡ് പീസ് ചെറുതായിരിക്കും, ലിയോ ടോൾസ്റ്റോയിന്ന് വലുതായിരിക്കും, ആൽക്കമിസ്റ്റ് ചെറുതായിരിക്കും, പോളോ കൊയില വലുതായിരിക്കും. കാരണം ഈ ഓതേഴ്സിന്റെ പേരിൽ വേണം ഇത് പോകാൻ. പക്ഷെ ലോകത്തെ ഒറ്റൊരു ക്ലാസിക് കൃതി, അതിന്റെ ചട്ടപ്പുറത്ത് ഓതറായ അള്ളാന്റെ പേരില്ല, റിപ്പോർട്ടറായ റസൂലുള്ളാഹിന്റെ പേരുമില്ല. അതിന്റെ ചട്ടപ്പുറത്തുള്ളത് ആ കൃതിയുടെ പേരാണ്, അൽ ഖുർആനുൽ കരീം. പക്ഷെ എല്ലാ കൊല്ലവും ബെസ്റ്റ് സെല്ലർ ഈ പുസ്തകമാണ്. ഇത് പുസ്തകം ആ സെൻസിലാണല്ലോ അവരെടുക്കുന്നത്, ഓതേഴ്സിന്റെ പേരില്ലാതെ. ഇനി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഫാൻസ് ഉണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ വൈക്കം മുഹമ്മദ് ബഷീർ 2 തവണ വൈക്കം മുഹമ്മദ് ബഷീറിന് എഴുതിയാൽ നമുക്ക് കല്ലുകടിയായിരിക്കും. 3 തവണ MTയുടെ നോവൽ MTയുടെ വാസുദേവൻ നായർ എന്നുള്ള പേരെഴുതിയാൽ നമ്മൾ വായിക്കൂല. പക്ഷെ വിശുദ്ധ ഖുർആനിൽ 2704 വട്ടമുണ്ട് അള്ളാന്റെ പേര്, 2704 വട്ടം. ഇപ്പൊ പുതിയ ഖുർആനൊക്കെ അള്ളാന്റെ പേരിൽ ഇല്ലാഹി അല്ലാഹുമ്മ അല്ലാഹ് അറബിയിൽ വരുന്നുണ്ടല്ലോ. എവിടെ മടുപ്പ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.